ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നിടുവേൻ എന്ന ഡയലോഗുമായി നിലമ്പൂർ അങ്കത്തട്ടിൽ സഖാവ് എം സ്വരാജ് ചാടിക്കയറുകയാണ്. CPM ഒരു സ്ഥാനാർത്ഥി അന്വേഷിച്ച് നടക്കാനുള്ള ദിവസം കുറച്ച്. നിലമ്പൂരിൽ 6 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കും എന്നവർക്കറിയായിരുന്നു. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടി വരും എന്നും അറിയാമായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി ക്രിസ്ത്യാനിയാണെങ്കിൽ, അതായത് VS ജോയി ആണെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും, അതല്ല ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയും നിർത്താനാണ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷേ അത്രയൊക്കെ ആലോചിച്ചിട്ടും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് തയ്യാറാക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. തൃക്കാക്കരയിലും പാലക്കാട്ടുമൊക്കെ ഇത് തന്നെ പാർട്ടിക്ക് സംഭവിച്ചു. അവസാന നിമിഷമാണ് കോൺഗ്രസിൽ നിന്നും കൂട് പൊളിച്ചു വന്ന ഡോക്ടർ സാരിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചെന്നിട്ടാണ് ഒരു ഡോക്ടറെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇത്തവണ ഉണ്ടായി. നിലമ്പൂർ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കണ്ടുവച്ചു. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ പത്രത്തിൽ വന്നു. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പുള്ളിയുടെ പടം വെച്ച് വാർത്ത കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തലപുകഞ്ഞ് ആലോചിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനായിട്ട് പാർട്ടി നാട്ടിലേക്ക് അയച്ച സഖാവ് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അതായത് കല്യാണത്തിൻ്റെ മൂന്നാമനായിട്ട് പോയ ആൾക്ക് കല്യാണ ചക്കനായിട്ട് വരനായിട്ട് കല്യാണ പന്തലിൽ പ്രവേശിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തി വിജയിപ്പിക്കാൻ പോയ ആളാണ് സ്വരാജ്. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മാറി. അതിന് കുഴപ്പമൊന്നുമില്ല. സ്വരാജ് നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സർക്കാർ ഉദ്യോഗവുമായിട്ട് മലപ്പുറത്ത് വന്നവരാണ്. നിലമ്പൂരിൽ സ്ഥിരതാമസമാക്കിയവരാണ്. അദ്ദേഹം പഠിച്ചത് നിലമ്പൂർ സ്കൂളിലാണ്. കോളേജ് വിദ്യാഭ്യാസം ചുങ്കത്തറ മാർത്തോമ കോളേജിലായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. പിന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം അഖില കേരള പ്രസിദ്ധനായത്. ആ സമയത്താണ് SFIക്കാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തിയത്. പിന്നെ സ്വാശ്രയ ബില്ല് വന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ വമ്പിച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. SFIയുടെ ചരിത്രത്തിൽ ഗടാഗടിയന്മാരായിട്ടുള്ള ഒരുപാട് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുണ്ട്. KSF ആയിരുന്ന കാലത്ത് വൈക്കം വിശ്വൻ ഉണ്ടായിരുന്നു. പിന്നെ G സുധാകരൻ ഉണ്ടായിരുന്നു. MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ, AK ബാലൻ, സുരേഷ് കുറുപ്പ്, CP ജോൺ, മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, അങ്ങനെ എത്രയെത്ര സെക്രട്ടറിമാർ പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വരാജിനെ പോലെ സ്വരാജ് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ധീരശൂര പരാക്രമിയായിട്ട് കിടിലനായിട്ട് നടന്ന സ്വരാജ് പിന്നെ DYFIയുടെ സെക്രട്ടറിയായി. തൃപ്പൂണിത്തുറയിൽ K ബാബുവിനെ തോൽപ്പിച്ച് MLA ആയി. MLA ആയിരിക്കുന്ന സമയത്ത് ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ മാളികപ്പുറത്ത് അമ്മയും ശബരിമല ശാസ്താവും തമ്മിലുള്ള വിവാഹം വരെ നടത്തിയ ആളാണ്. അങ്ങനെ കല്യാണ ദല്ലാളിൻ്റെ ജോലി വരെ ചെയ്ത ഒരു ധീര സഖാവാണ് സ്വരാജ്. തൃപ്പൂണിത്തുറ MLA ആയിരിക്കുന്ന സമയത്താണ് തൃപ്പൂണിത്തുറയിലെ CPIക്കാരുമായിട്ട് പുള്ളി ഉടക്കിയത്. ഈ നിലമ്പൂരിലും മറ്റൊന്നും CPI എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ഉണ്ടായിട്ടില്ല. പുള്ളി തൃശ്ശൂർ വന്ന പിന്നെയാണ് ഇങ്ങനെ ചില ആളുകളെ പരിചയപ്പെട്ടത് എന്നൊക്കെ പുച്ഛത്തിൽ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPIക്കാർ അതും കൂടി മനസ്സിൽ വെച്ച് പണി കൊടുത്തു എന്നാണ് ചരിത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു പരാക്രമിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ശബരിമല ശാസ്താവ് നേരിട്ട് വന്ന് പണി കൊടുത്തു എന്നാണ് തൃപ്പൂണിത്തുറക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്. K ബാബുവിൻ്റെ കഴിവുകൊണ്ടല്ല, ശബരിമല അയ്യപ്പൻ്റെ കഴിവുകൊണ്ട് സ്വരാജ് തോറ്റു, അഥവാ ബാബു ജയിച്ചു. പാർട്ടി ജയിച്ച് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഭൂരിപക്ഷം മന്ത്രിയാകേണ്ടിരുന്ന ആളാണ് സ്വരാജ്. തെരഞ്ഞെടുപ്പ് തോറ്റതുകൊണ്ട് മന്ത്രിയാവാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തു. ഹൈക്കോടതിയിൽ പരാജയം ആവർത്തിച്ചു. ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുമ്പോഴാണ് സ്വരാജ് നിലമ്പൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം നിലമ്പൂർ ജയിക്കുകയാണെങ്കിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധി കൂടി ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഈ തൃപ്പൂണിത്തുറയിൽ K ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണമെന്ന് മാത്രമല്ല പുള്ളി ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുള്ളിയുടെ ആവശ്യം ഇദ്ദേഹം ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്യണം. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് സ്വരാജ് ജയിക്കുന്നു എന്ന് വിചാരിക്കും. ജയിക്കില്ലെന്നുള്ളത് പിന്നെയാണ്. ജയിക്കുന്നു. അങ്ങനെ നിലമ്പൂർ MLA ആവും. അതേ സമയത്ത് സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ അപ്പീൽ അനുവദിക്കുന്നു. K ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു. M സ്വരാജ് ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ദേഹം ഡബിൾ റോളിൽ അഭിനയിക്കേണ്ടതായിട്ട് വരും. ഒരേ സമയത്ത് തൃപ്പൂണിത്തുറ MLA ആയിട്ടും അതേ സമയത്ത് നിലമ്പൂർ MLA ആയിട്ടും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത്. അതാണ് വേറൊരു തമാശ. പിന്നെ ഇദ്ദേഹം വലിയ നിലപാടുകളുള്ള ആളാണ്. നിലപാടുകളുടെ ആശാനാണ് ഈ M സ്വരാജ്. ഉദാഹരണത്തിന് ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൻ്റെ നേരെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായല്ലോ. അതിൻ്റെ വില ഇപ്പോഴും ഹമാസ് കൊടുത്തു തീർന്നിട്ടില്ല, കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്മായിൽ ഹാനിയ മരിച്ചു. യഹിയ സിൻവർ മരിച്ചു. പിന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇറാൻ്റെ പ്രസിഡന്റ് പോയിരുന്ന വിമാനം
തകർന്നു മരിച്ചു. പിന്നെ ഒരുപാട് ധീരസഖാക്കൾ രക്തസാക്ഷികളായി. ഈ യഹിയ സിൻവറിൻ്റെ അനുജൻ മുഹമ്മദ് സിൻവറിനെ വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. അങ്ങനെ ഓരോ തവണയും ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ മയ്യത്ത് നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കും. ഈ ആക്രമണം ഉണ്ടായപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഹമാസിനെ പിന്തുണച്ച ഒരേ ഒരാളും അത് ഇറാൻ പ്രസിഡൻ്റല്ല, തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാനല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലുമല്ല, അത് എം സ്വരാജാണ്. എം സ്വരാജ് ഹമാസിനെ സർവാത്മന പിന്തുണച്ചുകൊണ്ടും ഇസ്രായേലിനെ മുച്ചൂടും വിമർശിച്ചുകൊണ്ടും ഒരു ഒന്നാന്തര പോസ്റ്റ് ഫേസ്ബുക്കിൽ കാച്ചി. അത് വായിച്ച് ഇവിടെയുള്ള സകല ജിഹാദികളും കോരിത്തരിച്ചു എന്നുള്ളതാണ് ചരിത്രം. ആ ഒരു ചരിത്രം കൂടി മുൻനിർത്തിയിട്ടാണ് അദ്ദേഹത്തെ നിലമ്പൂർക്ക് വിട്ടിട്ടുള്ളത്. നിലമ്പൂർ പോയി അവിടെയുള്ള ആളുകളെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്ത് ബോധ്യപ്പെടുത്തുക, ഹമാസാണ് ശരി, ഇസ്രായേലല്ല എന്നവരെ ബോധ്യപ്പെടുത്തി ആ വോട്ടും കൂടി സമാഹരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് ഒരു വഴിക്കാക്കി തിരിച്ചു വരാനാണ് പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തെ ചുവന്ന പട്ടുടുപ്പിച്ച് കഴുത്തിൽ മുരുക്കിൻ പൂ കൊണ്ട് മാലയും അണിയിച്ച് നിലമ്പൂർക്ക് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സംഘർഷമുണ്ടായി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അതിനെ വിമർശിച്ച ആളാണ് പുള്ളി. ആ സമയത്ത് ഇവിടെയുള്ള ചില സംഘപരിവാറുകാർ ഇദ്ദേഹത്തിൻ്റെ പേര് സ്വരാജ് എന്നുള്ളത് മാറ്റി അയൽരാജ് എന്നാക്കി. കാരണം പുള്ളിക്ക് ഇന്ത്യയേക്കാൾ പാകിസ്ഥാനോടാണ് താല്പര്യം. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ പാകിസ്ഥാൻ പ്രേമിയാണ് സഖാവ് സ്വരാജ്. അതേ യുദ്ധത്തെ എതിർക്കുന്നു, യുദ്ധം വേണ്ട, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ല, പാകിസ്ഥാൻകാർ ഇവിടെ വന്ന് എത്ര ആളെ കൊന്നാലും നമ്മൾ കൈകെട്ടിയെന്ന് ക്ഷമിക്കണം, നമ്മളവർക്ക് മാപ്പ് കൊടുക്കണം, നമ്മൾ വിശാല ഹൃദയരാണെന്ന് തെളിയിക്കണം. കാരണം സഖാവ് സ്റ്റാലിൻ അങ്ങനെയാണ് ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത്. രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലറുമായിട്ട് ഒത്തീർപ്പുണ്ടാക്കിയ ആളാണ് സ്റ്റാലിൻ. പിന്നെ ഹിറ്റ്ലർ മര്യാദകൾ കാണിച്ചപ്പോഴാണ് സ്റ്റാലിന് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ സ്റ്റാലിനെ വരെ സമാധാന പ്രേമിയാക്കിയ ആളാണ് സ്വരാജ്. ആ സ്വരാജാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുന്നത്. അതൊരു വരവായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ കട്ടയം പടം മടങ്ങും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുമാത്രമല്ല, അൻവറിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും. പിണറായിയേക്കാൾ വലിയ പിണറായിസ്റ്റാണ് സഖാവ് സ്വരാജ്. പിണറായിക്ക് പോലും ഈ പ്രായത്തിൽ ഇത്രയും ധാർഷ്ട്യം, ഇത്ര അഹങ്കാരം, അല്ലെങ്കിൽ ഇത്ര ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയനായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം. പക്ഷേ സ്വരാജ് അങ്ങനെയല്ല. സ്വരാജ് SFIയുടെ സെക്രട്ടറി ആയ സമയത്ത് തന്നെ പിണറായിയേക്കാൾ വലിയ പിണറായിസ്റ്റായ ആളാണ്. പിണറായിക്ക് പോലും ഇത്തരം പിണറായിത്തം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് കേൾക്കുമ്പോൾ പിണറായിയുടെ ആരാധകർ എന്നോട് കെറുവിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നല്ലോ വനമാല എന്ന് പറഞ്ഞ പോലെ CPMന് ഒന്നാം തരം ഒരു സ്ഥാനാർത്ഥിയായി. ഇനിയാണ് ശരിക്കുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. അൻവറൊക്കെ അപ്രസക്തനായി കഴിഞ്ഞു. ഒന്നുമില്ല ആര്യാടൻ ഷൗക്കത്ത്, അല്ലെങ്കിൽ എം സ്വരാജ്. മത്സരം കടുത്തതാണ്. പണ്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറഞ്ഞ പോലെ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവൻ. ആര്യാടൻ മുഹമ്മദിൻ്റെ മാല ഷൗക്കത്തിനുമുണ്ട്, പിണറായി കൊടുത്ത മാല നമ്മുടെ സ്വരാജിനുമുണ്ട്. ആര് ജയിക്കും, ആര് തോൽക്കും എന്നറിയാനായിട്ട് നമ്മൾ 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അത് വലിയൊരു കാത്തിരിപ്പായിരിക്കും. നമുക്ക് ഒട്ടും ബോറടിക്കുകയില്ല. ഇനി അങ്ങോട്ട് വളരെ 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 രസകരമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.